അഭിഷേക് ആദ്യ ബോളിൽ മുതൽ അവസാനം വരെ നിന്ന് അടിച്ച് കളിച്ചപ്പോൾ ആ ഒരു ബാറ്റിങ്ങിൻ്റെ വെടിക്കെട്ടിന് മുമ്പിൽ ഡൽഹി ബോളർമാർ ചൂളി പോകുന്നതാണ് നമ്മൾ ഇന്നലത്തെ കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ബോളർമാർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം ഹൈദരാബാദിൻ്റെ ബാറ്റ്സ്മാൻമാർക്ക് മുമ്പിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലാകെ കൂടി ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റിയത്, അതായത് ആ ഹെഡിൻ്റെ വിക്കറ്റ് എടുക്കാൻ പറ്റിയത് അക്ഷർ പട്ടേലിന് മാത്രമാണ്. ബാക്കിയുള്ള ഒരു ബോളേഴ്സിനും ഒരു വിക്കറ്റ് പോലും ഇല്ല. ഇഷാനാണെങ്കിൽ ഒരു റണ്ണൗട്ടിലൂടെയാണ് പോയത്. അത് വളരെ നിർഭാഗ്യകരമായിട്ടാണ് ഇഷാൻ്റെ വിക്കറ്റ് പോയത്. എന്നിരുന്നാൽ പോലും അഭിഷേകിൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെ ധാരാളമായിരുന്നു ഈ ഒരു കൂറ്റൻ സ്കോർ അവർക്ക് നേടാനായിട്ട്. 242 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ അഭിഷേകും ക്ലാസനും അതുപോലെ തന്നെ ഹെഡും ഇഷാൻ കിഷനും എല്ലാവരും കൂടിയിട്ട് അടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. 242 2 വിക്കറ്റിൻ്റെ നഷ്ടത്തിൽ. അപ്പോൾ അതുപോലുള്ളൊരു സ്കോർ തന്നെ വന്നപ്പോൾ ഏകദേശം ഡൽഹിക്ക് അവിടെ കാര്യങ്ങൾ തീരുമാനമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവരുടെ നിലയിൽ നല്ല രീതിയിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. തുടക്കത്തിൽ തന്നെ ഇതുപോലൊരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ പറ്റിയ KL രാഹുൽ പോലുള്ള താരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സമീർ റസ്വി ഇതിന് മുന്നേ ഉള്ള ഫസ്റ്റ് 2 കളികളിലെല്ലാം നല്ലതായിട്ട് തിളങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി മിഡിൽ ഓർഡറുകളിലാണെങ്കിലും കളി ഫിനിഷ് ചെയ്യാൻ പോന്നിട്ട് സ്റ്റബ്സും അതുപോലെ തന്നെ മില്ലറും ഇവരൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതൊക്കെ കഴിഞ്ഞ കളികൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ബോളിങ്ങോടെയാണ് ഹൈദരാബാദ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ 3-4 കളികളിലായിട്ട് അവരുടെ ബോളിങ്ങിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ പുതിയ ഡെബ്യൂട്ടൻസിനൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നു. അവർ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുന്നു. ഒരുപാട് വെറൈറ്റീസ് അവർ കൊണ്ടുവരുന്നു. സ്ലോ ബോളുകളായാലും കൃത്യമായിട്ടുള്ള പ്ലാനിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ഇന്നലത്തെ കളിയിലും ഇഷാൻ മലിംഗ നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ട് 4 വിക്കറ്റുകൾ എടുക്കുന്നുണ്ടായിരുന്നു. 4 ക്രൂഷ്യൽ വിക്കറ്റുകൾ എടുത്തിട്ട് ഡൽഹിനെ ബാക്ക് ഫുട്ടിലാക്കാനായിട്ടായാലും ഇഷാൻ മലിംഗയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കളികളിലെല്ലാം ഇതുപോലെ തന്നെ 3 വിക്കറ്റോളം എടുത്തിട്ട് കഴിഞ്ഞ കളിയിൽ മാൻ ഓഫ് ദ മാച്ച് അടക്കമുള്ള പെർഫോമൻസ് ഇഷാൻ മലിംഗ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ കളിയിലും അതുപോലെ തന്നെയുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇഷാൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. 4 വിക്കറ്റോളം എടുത്തു. പക്ഷേ അഭിഷേക് അവിടെ തകർത്തടിച്ച ആ ഒരു 135 റൺസ് എടുത്തുകൊണ്ട് മാത്രമാണ് ആ മാൻ ഓഫ് ദ മാച്ച് കിട്ടാതെ പോയത്. എന്നിരുന്നാലും ഒരു മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് ഇഷാൻ മലിംഗയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ആദ്യ ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ളൊരു തുടക്കം ഹെഡിനായാലും അഭിഷേകിനാണെങ്കിലും ഹൈദരാബാദിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 ഓവറിൽ അവർ കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അടിച്ച് കളിക്കുന്നതാണ് കണ്ടത്. ഡൽഹി കുറച്ച് ചേഞ്ചസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് തുടക്കത്തിൽ ആ പവർ പ്ലേയിൽ എറിയാനായിട്ട് 2 ലെഫ്റ്റ് ഹാൻഡർമാർ ഉള്ളതുകൊണ്ട് തന്നെ നിതീഷ് റാണയ്ക്ക് ബോൾ കൊടുക്കുന്നുണ്ട്. നിതീഷ് റാണയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഈ ഒരു മത്സരത്തിലുണ്ട്. അദ്ദേഹം ബോളിങ്ങിലും ബാറ്റിങ്ങിലും 50 അടിച്ചിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 50 മേലെ റണ്ണ് വിട്ടു കൊടുക്കുന്നതും കണ്ടു. അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ഒരു 50 അടിക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ ആരും ഡൽഹി നിരയിൽ അത്രയും കാര്യമായിട്ട് ശ്രമിച്ചില്ല. ഇനിയിപ്പോൾ ശ്രമിച്ചാൽ പോലും കൃത്യമായിട്ട് ഹൈദരാബാദിൻ്റെ ബോളർമാർ വിക്കറ്റ് എടുത്തിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാണ് കണ്ടത്. അപ്പോൾ ആദ്യം ആ ഒരു 6 ഓവറിൽ 67 റൺസോളം ഹൈദരാബാദിനെ അടിക്കാനായിട്ട് പറ്റി. അതിനുശേഷം ഹെഡാണെങ്കിലും പതുക്കൊന്ന് അടിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ കളികളിലെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഹെഡ് റൺസ് എടുക്കുന്നുണ്ട്, അഭിഷേകിന് നല്ലൊരു കൂട്ടാവുന്നുണ്ട്. പക്ഷേ ഒരു എക്സ്പ്ലോസീവ്നെസ് ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഈ കളിയിലാണെങ്കിൽ അങ്ങനെ ഒരു 6 ഒക്കെ ആയിട്ട് ഒന്ന് ഫോം കണ്ടെത്തി വരികയായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ബോളിൽ തന്നെ അക്ഷർ എറിഞ്ഞ ബോളിൽ റിസ്വിക്ക് കാഴ്ച കൊടുത്തിട്ട് ഹെഡ് മടങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനുശേഷം ഇഷാൻ വന്നു. ഇഷാനും അഭിഷേകും കൂടിയിട്ട് പിന്നെയും അടിക്കുന്നുണ്ട്. അഭിഷേക് അപ്പുറത്തെ ഭാഗത്ത് വിക്കറ്റ് പോയാലും അടി നിർത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എല്ലാ ബോളുകളും അടിച്ചു കൂട്ട് തന്നെയായിരുന്നു. നല്ല രീതിയിൽ വ്യത്യാസം ഡൽഹി ബാറ്റ് ചെയ്യുമ്പോഴും ഹൈദരാബാദ് ബാറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഡൽഹി ബാറ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വലുതുപോലെയും അഭിഷേക് അതുപോലെ തന്നെ ക്ലാസ്സിന് അടങ്ങുന്ന ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര ബാറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഗ്രൗണ്ട് പോലെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 10 സിക്സുകളാണ് അഭിഷേക് മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 10 ഫോറും അഭിഷേകിൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ആ 135 റൺസിൽ 100 റൺസും ബൗണ്ടറീസ് കൂടെയാണ് അഭിഷേകിന് അടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ ആ ഒരു മാമത്ത് ടോട്ടൽ 242 ആ ടോട്ടൽ ഡൽഹിക്ക് മുമ്പിൽ വെച്ചു. ഡൽഹി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ തുടക്കത്തിൽ നല്ല തുടക്കം 10 നിസംഖ്യ ആണെങ്കിലും രാഹുലാണെങ്കിലും കഴിഞ്ഞ കളികളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കളിയിൽ അടിച്ചടിക്കാൻ ശ്രമിക്കുന്നതിനിടെ 10 നിസംഖ്യയുടെ വിക്കറ്റ് പോവാണ്. ഈ കളിയിലേക്ക് മധുശനക കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു ശ്രീലങ്കൻ പേസറാണ്. അപ്പോൾ മധുശനക ഈ കളിയിലേക്ക് വന്നിട്ട് ഹൈദരാബാദിന് വേണ്ടി ഫസ്റ്റ് വിക്കറ്റ് അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് നിതീഷ് റാണയാണ് വന്നെങ്കിലും നിതീഷ് റാണ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കളികളിലായിട്ട് കളിക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇൻപുട്ടും അവരുടെ ബാറ്റിങ്ങിൽ ഡൽഹിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് നിതീഷ് റാണയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കളിയിൽ ആ നമ്പർ 3 നന്നായി കളിച്ചുകൊണ്ട് ഒരു 50 അടിക്കാനായിട്ട് നിതീഷ് റാണയ്ക്ക് പറ്റി. രാഹുലാണെന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് അടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നല്ല രീതിയിൽ ആ പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോയിരുന്നപ്പോൾ അതിങ്ങനെ തുടർന്നുണ്ടെങ്കിൽ DC-ക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായ ബോളിംഗ് ചേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന സാക്കിബ് ഹുസൈൻ രാഹുലിൻ്റെ വിക്കറ്റ് എടുക്കുകയാണ്. അടുത്ത ഓവറിൽ ഇഷാൻ മലിംഗ നിതീഷ് റാണേനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ബോളിൽ ഡേവിഡ് മില്ലറിനെയും പുറത്താക്കാണ്. അങ്ങനെ 107-1 എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ 107-4 എന്നുള്ള രീതിയിലേക്ക് ഡൽഹിയുടെ വിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരുന്നു. സ്റ്റബ്സും
റിസ്വിയാണ് പിന്നീട് ക്രീസിലുണ്ടായിരുന്നത്. അവരും പിന്നീട് കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നായാലും റൺ എടുക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുമ്പോഴും പക്ഷേ കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് ഡോട്ട് ബോളുകളൊക്കെ കണ്ടെത്തിയിട്ട് ആ ഒരു റൺ റേറ്റ്, റിക്വയർഡ് റൺ റേറ്റ് വളരെയധികം ഹൈ ആക്കിയിട്ട് വെക്കാനായിട്ട് ഹൈദരാബാദ് ബോളർമാർക്ക് എപ്പോഴും പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രഷർ കാരണം തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് റിപ്പീറ്റായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റബ്സിൻ്റെ വിക്കറ്റ് പോകുന്നുണ്ട്. റിസ്വി അവസാനം വരെ നിന്ന് അടിക്കാനൊക്കെ ആയിട്ട് നോക്കി, 50 അടിക്കാൻ പറ്റിയില്ല, 47 റൺസ് അടിക്കാനായിട്ട് പറ്റിയെങ്കിലും അതൊന്നും ആ ഒരു ഹൈദരാബാദിനെതിരെ ജയം നേടിക്കൊടുക്കാനുള്ള ഒരു സ്കോർ ആയിരുന്നില്ല. ബാക്കി ആർക്കും കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അക്ഷർ പട്ടേലും ഈ കളിയിൽ അടിക്കാൻ പറ്റാതെ പോകുന്നത് കണ്ടു. അവസാന ഓവറുകൾ എറിയാൻ വന്ന ഹർഷ് ദൂബയ്ക്ക് ഈ ഡൽഹി ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ അടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ 3 വിക്കറ്റും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ 200 റൺസ് പോലും തികയാതെ അവരുടെ വിക്കറ്റുകളൊക്കെ പോകുന്നതാണ് കണ്ടത്. 195 റൺസ് മാത്രമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ചേർക്കാനായിട്ട് പറ്റുള്ളൂ. 47 റൺസിൻ്റെ വിജയമായിട്ട് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 3ാമതായിട്ട് എത്താനായാലും ഹൈദരാബാദിന് ഇപ്പോൾ നിലവിൽ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ 8 പോയിന്റാണുള്ളത്. ഒരു കളി അവർ ബാക്കിയുള്ള ടീമുകളൊക്കെ ഇപ്പോൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള ടീമുകളുടെ പ്രകടനം വരുമ്പോൾ അവരുടെ പോയിന്റ് ടേബിളിൽ എവിടെയായിരിക്കും പൊസിഷൻ എന്നെല്ലാം നമുക്കിനി എന്തായാലും കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.